അസ്സലാമു അലൈക്കും. ഞാൻ സാധാരണ വീഡിയോ ഇടാത്ത സമയത്ത് ഇന്ന് എന്താ വീഡിയോ ഇട്ടെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഇന്ന് എല്ലാവരും മൈൻഡിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമല്ല. ഇതൊന്ന് ഞാൻ ക്ലോക്കും പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയാം. അതെന്താ ക്ലോക്കാണ്. അപ്പം ക്ലോക്കിൽ 6:30 ആയപ്പോഴേക്കും ഞാൻ ഇന്ന് വോട്ട് ചെയ്യാൻ പോയിട്ടാണ്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ ബൂത്തിലോട്ട് പോകുന്ന ദിവസമാണല്ലോ ഇന്ന്. എല്ലാ ദിവസവും ഒരു ഉച്ചയാവും, അല്ലെങ്കിൽ 11:30-12 മണിയൊക്കെ ആകുമ്പോഴാട്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോവാറുണ്ട്. ഇതുവരെ അങ്ങനെ ഉണ്ടായി. പക്ഷെ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വോട്ട് ചെയ്യാൻ ഇറങ്ങിന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒരുങ്ങി ഇറങ്ങാണ്. അപ്പം അതേ വോട്ട് ചെയ്യാൻ ഇറങ്ങി ഞാൻ വണ്ടി കയറി പോവുകയാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് പറഞ്ഞാൽ ഈ പോസ്റ്ററും കാര്യങ്ങളും കാണുമ്പോഴൊക്കെ നമ്മൾ രസമാണ് കേട്ടോ. ഞാൻ ഗേറ്റ് അങ്ങോട്ട് കിടക്കാൻ ഗേറ്റൊക്കെ രാത്രി അടക്കണതല്ല, 6:30 ആയിട്ടുള്ളൂ. ഗേറ്റൊന്നും തുറന്നിടുന്ന ടൈം ആയിട്ടില്ലല്ലോ. അപ്പം ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഗേറ്റുമ്മ തൊട്ടിട്ട് അങ്ങോട്ട് പോസ്റ്ററാട്ടാ. സബാഖാൻ്റെതും ഷാജിഖാൻ്റെതും ഫുള്ളായിട്ട് പോസ്റ്ററാണ്. ഗേറ്റ് തൊട്ടേ പോസ്റ്ററാണ്. ഇപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ പഞ്ചകൽ അൽബുട്ടിയാക്കി ഉണ്ടിട്ട് അവിടുന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. അൽബുട്ടിയാക്ക ഞങ്ങളെ ബാക്കിലായിട്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അൽബുട്ടിയാക്ക ഞങ്ങളെ മുമ്പിലായിരുന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിലല്ല, അപ്പം ഞങ്ങളെ ബാക്കിലാണ്. വിജനമായ റോഡ് ഇട്ട് ആരും റോഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വോട്ടിനുള്ള അവിടെയും ഇവിടെയും കുറച്ച് ആൾക്കാരേ ഉള്ളൂ റോഡിൽ. എന്നിപ്പോൾ നേരെ ആയിട്ടില്ലല്ലോ, സമയമായിട്ടില്ലല്ലോ. ബൂത്തുകളിലെ ഓഫീസർമാരും പിന്നെ ബൂത്ത് മെമ്പർമാരും ഒക്കെ വന്ന് റെഡി ആയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ വരുമ്പോൾ മറയന്താത്താനെ കണ്ട് പിന്നെ കുറച്ച് വോട്ടർമാരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആരും വല്ലാണ്ട് അങ്ങനെ എത്തിയില്ല. അപ്പം നമ്മൾ സ്കൂളിൻ്റെ അടുത്തോട്ട് എത്തി തുടങ്ങി. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. എൻ്റെ സ്കൂളാണത്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് VHS വരെ ഇവിടെയാണ്. GM VHSS വേങ്ങര ടൗൺ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. അന്ന് GVHS എന്നായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ പേര്. അപ്പം ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്തോട്ട് കടന്നപ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഇട്ടാ. നമ്മൾ പഠിച്ചിരുന്ന ഇവിടെ ഇത്രയും നീറ്റിൽ കട്ടിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു കല്ലും മണ്ണും ചെറിയ പൊടി പാറിയിട്ടേക്കാനും വേനൽക്കാലൊക്കെ ആയാൽ നമ്മളെ ഡ്രസ്സൊക്കെ മണ്ണും പൊടിയായിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ്. മുറ്റം ഫുള്ള് കട്ടട്ടെ, എന്താ സെറ്റ്. ഇപ്പം ഞാൻ പോണത് ഞാൻ 3-ാം ക്ലാസ് പഠിച്ച ക്ലാസ്സിലാണ് കേട്ടോ. നമുക്ക് വോട്ടുള്ളത് 125ആണ് എൻ്റെ ബൂത്ത് നമ്പർ. അപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ നമ്മളെ തൊട്ട അയൽവാസി മനസ്സിലാക്കിയാണ് ഫസ്റ്റ് വോട്ട് ചെയ്യാനുള്ളത്. മൂപ്പരാണ് ഫസ്റ്റ് നിൽക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് എൻ്റെ മുമ്പിലായിട്ട് അവരെ വൈഫ് റസിയുണ്ട് കേട്ടോ. പിന്നെ ഇത് തങ്കവേലും, നമുക്കൊക്കെ പണിയെടുത്തതിന് തങ്കവേലുമാണ്. ഇപ്പം തങ്കവേലില്ല. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ 3-ാം ക്ലാസ്. അതിൻ്റെ ഉള്ളിലാണ് ഞമ്മക്ക് വോട്ടുള്ളത്. ഞാൻ ഉള്ളിലോട്ട് ഓഫീസേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ. ഇത് വീഡിയോ ഒന്നും പറ്റൂല, എന്നാലും കൂടിയിട്ട് ഞാനിതാ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്. 20 മിനിറ്റോളം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. അവർ തന്നു നല്ല സെറ്റപ്പിലൊക്കെ ഇരുത്തിട്ടാണ്. ഇതാണ് ബൂത്തിൻ്റെ ഉൾവശം. അങ്ങനെ ഞാൻ ലേഡീസിൽ രണ്ടാമതായിട്ട് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ പോകുന്നില്ല. അപ്പോഴേക്ക് മുറ്റം നിറയെ ജനങ്ങളാണ്. മുറ്റം നിറയെ എന്ന് പറഞ്ഞാൽ ലൈനായിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ ലൈനായിട്ടുണ്ട്. ഫസ്റ്റ് റസ്യ ചെയ്ത്, സെക്കൻഡ് ഞാൻ ചെയ്ത്, ഞാൻ പിന്നെ വോട്ട് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ മൊബൈൽ ഫോണൊക്കെ അവിടെ വോട്ട് ചെയ്യാൻ കയറുന്ന ആ ഗ്യാപ്പിൽ അവിടെ വാങ്ങി വെച്ചിട്ട് അവിടെ ഒരു പെണ്ണവിടെ നിന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാവരും വാങ്ങിച്ചതാ. മുറ്റൊക്കെ ഫുള്ളാവുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങോട്ട് പോകുന്നു. വണ്ടി കയറാനായപ്പോഴേക്കിന് മുറ്റം ഫുള്ളായിട്ടുണ്ട്. ഐഷാവത്താണ് വോട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ നല്ല റഷായിട്ടപ്പോഴേക്കിന് നല്ല റഷായി പറഞ്ഞാൽ വരി നിൽക്കൽ തുടങ്ങി. നേരെ 7:15 കേട്ടോ. അപ്പോഴേക്കിനാണത് 7 മണി 7:05 എൻ്റെ വോട്ട് കഴിഞ്ഞിട്ടുണ്ട്. റോഡൊക്കെ തിരക്കായി. റോഡിലൊന്നും വണ്ടി കൊള്ളാതായി. അങ്ങനെ അത്രയും തിരക്കായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് എങ്ങോട്ടറിയാം, വണ്ടി വന്ന് നിർത്തി. ഞാനതിൽ കയറി പോയി നേരെ പോയത്. ഇന്നിപ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും മൂടില്ലായിരുന്നു കേട്ടോ. വണ്ടി വരാനുള്ള വെയിറ്റിങ്ങിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ പോയത്
വീട്ടിൽ ചാടിക്കാനുള്ള മൂടില്ലാതായപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഉണ്ടാക്കാനൊരു മൂടില്ലാതായി. നേരം 6:30 പോയിട്ടില്ലേ. അപ്പം അതിൻ്റെ മുമ്പൊന്നും ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ റോഡ് ഫുള്ള് വിജനാണ്. 7:15 ഉള്ളൂ. റോഡൊന്നും റഷായിട്ടില്ല. പിന്നെ ഒന്ന് വോട്ടിൻ്റെ ദിവസമല്ലേ. നേരെ പോയതൊരു ചായ മസാല ദോശ കഴിക്കാന്നുള്ള പൂതിക്ക് ഇറങ്ങിയതാട്ടോ. പൂതിയല്ല, മസാല ദോശ കഴിക്കുന്ന മസാല ദോശയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് മസാല ദോശയും തപ്പിപ്പോയതാട്ടാ. അപ്പം ഞങ്ങൾ നേരെ വിട്ട് കച്ചേരിപ്പടി ഭാഗത്തൊക്കെ മസാല ദോശ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടാട്ടാ ഫസ്റ്റ് പോയത്. അവിടെയൊക്കെ നോക്കി. അപ്പോൾ ഈ വിജനമായ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെയൊക്കെ നോക്കിയ മാട്ടിൽപ്പള്ളിയാണ് പേര്. ഇപ്പുറത്ത് നസീമ, പിന്നെ നസീമിൻ്റെ ഇപ്പുറത്ത് സുഡിയോ, അത് ഇത് അങ്ങനെ പോയി. പക്ഷെ ഞങ്ങൾ എവിടെ നോക്കിയിട്ടും ഞങ്ങൾക്ക് മസാല ദോശ ചേട്ടാ. മസാല ദോശ ഇങ്ങനെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുമോ? ഗ്യാസിന് അത്രയും ടൈറ്റല്ലേ. ഗ്യാസിന് ടൈറ്റുള്ളപ്പോൾ ആരെങ്കിലും മസാല ദോശ നെരിച്ച് മസാല ദോശയ്ക്ക് നമുക്ക് തിന്നാൻ തരും. അപ്പം നമ്മൾ മസാല ദോശയ്ക്ക് പോയാൽ നമ്മളൊരു പൊട്ടന്മാരാട്ടാ. അല്ലെങ്കിൽ ആരെങ്കിലും ഈ ടൈമിലൊക്കെ മസാല ദോശ തരുന്നത്. അങ്ങനെ ഞങ്ങൾ കച്ചേരിപ്പടി വരെ മസാല ദോശ തിരഞ്ഞു പോയി. അപ്പോൾ അവിടെ മസാല ദോശ ഇല്ലാച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും റിട്ടേൺ അടിക്കാനുള്ള പരിപാടി ഉണ്ട്. എന്നാലും അവിടെ കുറേ തപ്പി അങ്ങോട്ടൊക്കെ പോയി നോക്കി. കച്ചേരിപ്പാടി വില്ലേജ് ഓഫീസിൻ്റെ അവിടം വരെ നോക്കിയിട്ട് കുഞ്ഞിപ്പാക്ക് പരിചയമുള്ള കുറച്ച് ഹോട്ടലൊക്കെ എനിക്ക് എവിടെ ഉണ്ട് എന്നൊന്നും അറിയില്ല. ഞാൻ മസാല ദോശ കഴിക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതേ തപ്പി നടന്ന് അങ്ങോട്ട് നടന്ന് അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങോട്ടും വീണ്ടും ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ച് റിട്ടേൺ അടിച്ച് ഇങ്ങനെ തിരിച്ച് പോന്ന് മഞ്ചേരി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. അത് കഴിഞ്ഞ് മുഴുവനും പോസ്റ്ററാട്ടാ. അപ്പം ഞാൻ ഈ വോട്ട് ചെയ്ത വിരല് കാണിക്കണത് എന്താറിയോ? ഇപ്പം പഞ്ചായത്ത് വോട്ട് ചെയ്ത മഷി ഇപ്പം മാഞ്ഞിട്ടുള്ളൂ. വിരല് വന്ന് നഖം വലുതായി മാഞ്ഞു പോകണ്ട, അല്ലാണ്ട് അത് ഒഴിഞ്ഞു പോകില്ലല്ലോ. അപ്പം ഇതാ വീണ്ടും ഒരു അടയാളമായി. ഇനിയിപ്പോൾ അത് എന്നാണ് മായണത് ആവട്ടെ. അപ്പം ഞങ്ങൾ മേലെ പമ്പിൻ്റെ അവിടെ ഓപ്പോസിറ്റിലുണ്ടല്ലോ ഒരു ക്രസ്റ്റ് ഇന്ത്യൻ ബ്രെഡ്സ് വെച്ചിട്ടൊരു ഷോപ്പ്. അവിടെ പോയിട്ട് മസാല ദോശ ഉണ്ടാകാൻ നോക്കി കേട്ടോ. അവിടെ ഇല്ല മസാല ദോശ. അപ്പം ഞങ്ങൾ വീണ്ടും എയർലൈൻസിൽ നോക്കി. അവിടെ ഇല്ല. ഇതിപ്പോൾ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടാണ്, അല്ലേ സമയം ചാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പോന്ന് ഷാജി സബാഗ് നമ്മളെ BJP-ക്കാരനെ ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ നമ്മളെ മദീന ചപ്പാത്തി കമ്പനിയിൽ നമ്മളെ വീടിൻ്റെ ഒപ്പം 2 പൊറാട്ടയും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ട് ദോശ ഇടാൻ ഇതിലേറെ എളുപ്പമുണ്ട്. ഇത് തപ്പി നടക്കണേക്കാളും എളുപ്പമുണ്ട്. അങ്ങനെ ഒരു തോന്നൽ വന്നാൽ പിന്നെ എന്താ ചെയ്യുക. അപ്പം കടയിൽ നിന്ന് തന്നെ ഇപ്പം പൊറാട്ട വാങ്ങിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.